ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ദേശീയപാതയിൽ വാഹനങ്ങൾ കുരുങ്ങിയത് 4 മണിക്കൂറോളം. സ്കൂൾ സമയത്ത് നിയന്ത്രണങ്ങൾ പാലിക്കാതെ പായുന്ന ടോറസ് ലോറികൾ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. സമയക്രമം പാലിക്കാൻ വഴിമാറി സർവീസ് നടത്തി സ്വകാര്യ ബസ്സുകൾ. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണങ്ങൾ പാളുന്നു. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ തിങ്കളാഴ്ച 4 മണിക്കൂറോളം ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ടോൾ പ്ലാസ മറികടന്ന് തലോർ മേൽപ്പാലം വരെയും വാഹനനിര നീണ്ടു. പുലർച്ചെ മുതൽ തുടരുന്ന ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് സമയത്തിനെത്താനാകാതെ വിദ്യാർത്ഥികളും യാത്രക്കാരും വലഞ്ഞു. ആംബുലൻസുകൾ ടോൾ പ്ലാസ മുതൽ എതിർദിശയിലൂടെ വന്നാണ് ആമ്പല്ലൂർ മറികടക്കുന്നത്. 1 മണിക്കൂറോളം സമയമെടുത്താണ് സ്കൂൾ ബസ്സുകൾ ആമ്പല്ലൂർ കടക്കുന്നത്. ഗതാഗതക്കുരുക്ക് മറികടക്കാനായി സ്വകാര്യ ബസ്സുകളും മറ്റു വാഹനങ്ങളും പ്രാദേശിക റോഡുകളെ ആശ്രയിച്ചെങ്കിലും ഇവിടെയും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. സ്കൂൾ സമയത്ത് നിയന്ത്രണങ്ങൾ പാലിക്കാതെ ഓടുന്ന ടോറസുകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ബസ് ഉടമകളുടെ സംഘടന ആവശ്യപ്പെട്ടു. ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്, അതുപോലെ സ്കൂൾ വണ്ടികൾ, എല്ലാം വണ്ടി കടന്നു പോകാൻ പറ്റുന്നില്ല. വഴിയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലൈ ഓവറിന്റെ തൊട്ടപ്പുറത്ത് ഒരു നാരോമാരിയാണ്, 2 വണ്ടികൾക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുന്നില്ല. അതിലൂടെ ഇപ്പോൾ സ്കൂൾ ടൈമിൽ ടോറസുകൾ പോകാൻ പാടില്ല. നിരവധി ടോറസുകളാണ് ഇതിൽ വരുന്നത്. അതും ചെറിയ വണ്ടികളല്ല, 40, 50, 60 ടൺ വെച്ചിട്ടുള്ള ടോറസുകൾ. അതുകൂടി ആയപ്പോൾ ഭയങ്കരമായ ഗതാഗത കുരുക്കാണ്. ഇപ്പോൾ ആമ്പല്ലൂർ മുതൽ പാലിയേക്കര ടോളിൻ്റെ അപ്പുറത്ത് വരെ വണ്ടികളാണ് ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള വിദ്യാർത്ഥികളടക്കം ഉള്ള യാത്രക്കാർക്ക് വളരെ രൂക്ഷമായ ഗതാഗത പ്രശ്നമാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കണം. ആമ്പല്ലൂർ മറികടക്കാനായി വാഹനങ്ങൾ പുലക്കാട്ടുകര കല്ലൂർ റോഡിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ഈ റോഡുകളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ദേശീയപാതയിലൂടെ സർവീസ് നടത്തേണ്ട ദീർഘദൂര KSRTC ബസ്സുകളും ചെറു റോഡുകളെയാണ് ആശ്രയിക്കുന്നത്. വരന്തരപ്പിള്ളി കല്ലൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ അടിപ്പാതയിലൂടെ കയറിയാണ് തൃശൂർ റോഡിലേക്ക് എത്തുന്നത്. ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ മാത്രം 1 കിലോമീറ്ററിലേറെ കടത്തിവിടുന്നതാണ് ഗതാഗതക്കുരുക്ക് ഒഴിയാത്തതിന്റെ കാരണം. അധികൃതർ ഇടപെട്ട് ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV പുതുക്കാട്.